പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കള് ഡെയിലി അബാക്കസ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഡെയിലി ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഡെയിലി എന്ത് പണിയുണ്ടെങ്കിലും അവരെ കൊണ്ട് ഈ ഒരു സാധനം നിങ്ങൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ മക്കൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമ്മളെ മക്കളെ കൊണ്ട് നിർബന്ധമായിട്ടും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ നിങ്ങൾ ഈ കാര്യം ഒന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അബാക്കസ് ഹോൾഡ് ചെയ്യുന്നൊരു രീതിയാണ്. ഈ കറക്റ്റ് പോസ്ചറിൽ തന്നെ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ അബാക്കസ് പിടിക്കേണ്ടതുണ്ട്. റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് എഴുതുന്ന മക്കളൊക്കെ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് തന്നെ പെൻസിൽ പിടിക്കുക. ഇനി അതല്ല ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് എഴുതുന്ന മക്കളാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കാം. ഞാൻ ആദ്യം റൈറ്റ് ഹാൻഡിൻ്റെ തന്നെ പറയാം കേട്ടോ. റൈറ്റ് ഹാൻഡിനാണെങ്കിൽ അവിടെ പെൻസിൽ ഇതാ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മളെ മക്കൾ അബാക്കസ് കൊണ്ട് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മളെ മക്കൾ പെൻസിൽ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഈ 3 വിരൽ കൊണ്ട് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഈ 2 ഫിംഗേഴ്സ്, ഇൻഡെക്സ് ഫിംഗേഴ്സും തം ഫിംഗറും ഇങ്ങനെ തന്നെ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അതുപോലെ ഇടത് കൈ കൊണ്ട് അബാക്കസ് ഈ ഒരു രീതിയിൽ ഈ ഇൻഡെക്സ് ഫിംഗറും അതുപോലെ സെൻട്രൽ ഫിംഗറും ഇങ്ങനെ വി ഷേപ്പിൽ വരുന്ന രീതിയിൽ തന്നെ ഈ രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഈ പിടുത്തം ഇങ്ങനെ ഇവിടെ പിടിച്ചാലും ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ തന്നെ പിടിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബീഡ്സ് മൂവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്ന ഫിംഗർ കൊണ്ട് തന്നെയാണോ അവർ ബീഡ്സ് മൂവ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. 1 to 4 വരെയുള്ള സംഖ്യകൾ ആഡ് ചെയ്യുമ്പോഴും ലെസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് ആഡ് 1 എന്ന് പറയുമ്പോൾ അവർ തമ്പ് ഫിംഗർ കൊണ്ട് ഇതേപോലെ തം ഫിംഗർ കൊണ്ട് തന്നെ ചെയ്യുന്നുണ്ടോ നോക്കുക. അതേപോലെ ലെസ് 1 പറയുമ്പോൾ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കി നോക്കുക. അതുപോലെ ആഡ് 2 എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ തമ്പ് ഫിംഗർ കൊണ്ടാണോ മൂവ് ചെയ്യുന്നതും, ലെസ് 2 എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് തന്നെയാണോ ലെസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതുപോലെ ആഡ് 3 പറയുമ്പോൾ ഇതേപോലെ തന്നെ തമ്പ് ഫിംഗർ കൊണ്ട് തന്നെയാണോ ചെയ്യുന്നതെന്നും, ലെസ് 3 എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് തന്നെയാണോ ലെസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കി നോക്കുക. ആഡ് 4 പറയുമ്പോൾ ഇതേപോലെ തന്നെ സെയിം തന്നെ ഈ ഒരു സെയിം മെത്തേഡ് തന്നെ, അതായത് ആഡ് പറയുമ്പോൾ തമ്പ് ഫിംഗർ കൊണ്ടും ലെസ് പറയുമ്പോൾ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 1 to 4 വരെയുള്ള സംഖ്യകൾ. ഇനി നേരെ മറിച്ച് 5 ആഡ് 5 എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് തന്നെയാണോ ആഡ് ചെയ്യുന്നതെന്നും, ലെസ് 5 പറയുമ്പോൾ സെയിം ഫിംഗർ കൊണ്ട് തന്നെ ഇതേപോലെ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കി നോക്കുക. അതുപോലെ ആഡ് 6 പറയുമ്പോൾ ഈ 2 ബീഡ്സും ഒരേപോലെ ഇതേപോലെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 2 ഫിംഗറും യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയാണോ ചെയ്തതെന്ന് നോക്കി നോക്കുക. അതുപോലെ ലെസ് 6 പറയുമ്പോൾ ഇതേപോലെ 2 ഫിംഗറും യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ ബീഡ്സിനെ മൂവ് ചെയ്യുന്നുണ്ടോ നോക്കുക. അതുപോലെ തന്നെ 7ൻ്റെ കേസിലാണെങ്കിലും 8ൻ്റെ കേസിലാണെങ്കിലും 9ൻ്റെ കേസിലാണെങ്കിലും സെയിം മെത്തേഡാണ്. ഈ ഒരു സിമ്പിൾ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഡെയിലി നമ്മളെ മക്കളെ കൊണ്ട് ഒന്ന് ചെയ്യിപ്പിക്കണം. അടുത്തത് നമ്മൾ പറയുന്നത് ഫിംഗറിങ് എക്സസൈസ് ആണ്. ഫിംഗറിങ് എക്സസൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അവരെ കൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യിപ്പിക്കണം. add 1 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 ഇങ്ങനെ പറഞ്ഞ് ഇതിങ്ങനെ കംപ്ലീറ്റും അവരെ കൊണ്ട് add 1 എന്ന് പറയുമ്പോൾ ഓരോ ബീഡ്സും ഇങ്ങനെ
ഇവിടം വരെ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് +1 എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് അവർ ചെയ്യുന്ന സാധനം അവർ നാവ് കൊണ്ട് പറയുന്ന ഒച്ചത്തിൽ പറയിപ്പിച്ച് കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം കേട്ടോ. അതുപോലെ +1 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 ഇങ്ങനെ. പിന്നെ അതേപോലെ add to add to add to add to അങ്ങനെ കംപ്ലീറ്റ് ഇവിടം വരെ ചെയ്യിപ്പിക്കുക. പിന്നെ +2 +2 +2 +2. ഞാനിത് കംപ്ലീറ്റ് ചെയ്യാത്തത് വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മക്കളെ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുക കേട്ടോ. അടുത്തത് add 3 add 3 add 3 add 3 അങ്ങനെ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുക. പിന്നെ +3 +3 +3 +3 പിന്നെ add 4 add 4 add 4 add 4 പിന്നെ +4 +4 +4 +4 പിന്നെ ചെയ്യിപ്പിക്കേണ്ടത് add 5 add 5 add 5 add 5 add 5 +5 +5 +5 +5 +5 add 6 add 6 add 6 add 6 add 6 +6 +6 +6 +6 +6 add 7 add 7 add 7 add 7 +7 +7 +7 +7 add 8 add 8 add 8 add 8 add 8 +8 +8 +8 +8 +8 add 9 add 9 add 9 add 9 +9 +9 +9 +9. ഇത് ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കംപ്ലീറ്റ് മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. മാക്സിമം ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെയാണ് ഡെയിലി ഇതിനൊരു സമയം വരുള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം ചെയ്താൽ മാത്രമേ നമ്മളെ മക്കൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഒരു സാധനം ചെയ്യിപ്പിക്കാം. താങ്ക് യു.